നമസ്കാരം, ന്യൂസ് ഈവനിംഗിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് സഹകരണ സംഘങ്ങൾ സ്ഥാപിക്കണമെന്ന് സ്വാമി ഉദിത് ചൈതന്യ. സൗഹാർദ്ദം, സഹിഷ്ണുത എന്നിവയെല്ലാം ഹിന്ദു സമൂഹം മാത്രം ഏറ്റുപിടിച്ച് കൊണ്ടു നടക്കേണ്ടവയല്ല. പാലക്കാട്ട് ഹിന്ദു ഐക്യവേദി സംസ്ഥാന സമ്മേളനം. വഖഫ് വിഷയത്തിൽ പ്രതികരണവുമായി ഹിന്ദു ഐക്യവേദി വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി. രാജ്യത്തെ ഭൂരിപക്ഷാംഗങ്ങൾ പാസാക്കിയ നിയമം ഭരണഘടനയ്ക്ക് നേരെയുള്ള വെല്ലുവിളി എന്താണെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കണം. ബില്ലിനെതിരെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധം തുടരുന്നു. പട്ടാമ്പിയിൽ യൂത്ത് ലീഗിന്റെ ജനരോഷം. പാലക്കാട്ട് വെൽഫെയർ പാർട്ടി ബില്ലിന്റെ പകർപ്പ് കത്തി. മാസപ്പടി കേസിൽ വീണ വിജയനെ പ്രതി ചേർത്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം ശക്തം. പാലക്കാട്ട് BJP പ്രവർത്തകർ പിണറായി വിജയന്റെ കോലം കത്തിച്ചു. മുഖ്യമന്ത്രിയുടെ അറിവോടെ മകൾ നടത്തിയ തട്ടിപ്പിനെ ന്യായീകരിക്കേണ്ട ഗതികേടിലാണ് CPM എന്ന് BJP പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ. അഞ്ചുവിളക്കിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ പ്രതിഷേധം. വീണ വിജയൻ പ്രതിയായതോടെ മുഖ്യമന്ത്രിയുടെയും CPMന്റെയും വാദങ്ങൾ പൊളിഞ്ഞെന്ന് കോൺഗ്രസ് നേതാക്കൾ. ഞാങ്ങാട്ടിരി മാട്ടായയിൽ പ്രവർത്തിക്കുന്ന തൃത്താല ബ്ലോക്ക് വനിതാ സഹകരണ സംഘത്തിൽ നിക്ഷേപ തട്ടിപ്പെന്ന് പരാതി. പണം തിരികെ ലഭിക്കാത്ത സാഹചര്യത്തിൽ പ്രതിഷേധവുമായി നിക്ഷേപകർ. തട്ടിപ്പിൽ CPM നേതാക്കളുടെ പങ്ക് ആരോപിച്ച് കോൺഗ്രസ്. സംഘം ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച്. നടന്നത് കരുവന്നൂർ മോഡൽ സാമ്പത്തിക തട്ടിപ്പെന്ന് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം. വാർത്തകൾ വിശദമായി. ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് സഹകരണ സംഘങ്ങൾ സ്ഥാപിക്കണമെന്ന് സ്വാമി ഉദിത് ചൈതന്യ. പാലക്കാട്ട് ഹിന്ദു ഐക്യവേദി സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സൗഹാർദ്ദം, സഹിഷ്ണുത എന്നിവയെല്ലാം ഹിന്ദു സമൂഹം മാത്രം ഏറ്റുപിടിച്ച് കൊണ്ടു നടക്കേണ്ടതല്ലെന്നും ഉദിത് ചൈതന്യ പറഞ്ഞു. വസ്ത്രം അകത്ത് കയറണോ വേണ്ടേ, അല്ലെങ്കിൽ അത് വേണോ ഇത് വേണോ എന്നുള്ള ചർച്ചകൾ, ഇതിനൊക്കെ എന്താ ഒരു പരിഹാരമുള്ളത്? ഈ ഒരു സമ്മേളനത്തിൽ നമുക്ക് ഒരു കാര്യം ചിന്തിക്കാനുള്ളത്, എന്തുകൊണ്ട് നമുക്ക് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി പോലെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരു സിസ്റ്റം ഉണ്ടാക്കിക്കൂടാ? ഭാരതത്തിന് നവോത്ഥാന മൂല്യങ്ങൾ സംഭാവന ചെയ്തത് ഹിന്ദു സമൂഹമാണ്. ലോകത്തിന് തന്നെ മാതൃകയായ ഭാരത സംസ്കാരത്തെയും പൈതൃകത്തെയും ക്ഷീണിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഏകതാ മനോഭാവത്തിലൂന്നിയുള്ള ഹൈന്ദവ സമൂഹ ഉന്നതി ലക്ഷ്യമാക്കി പ്രവർത്തിക്കണം. സൗഹാർദ്ദവും സഹിഷ്ണുതയുമെല്ലാം ഹൈന്ദവ സമൂഹം മാത്രം ഏറ്റുപിടിച്ച് കൊണ്ടു നടക്കേണ്ടതല്ലെന്നും സ്വാമി പറഞ്ഞു. ഹിന്ദുവിൻ്റെ പാർലമെൻറ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പാലക്കാട്. ഇത് മറക്കരുത്, നമ്മളൊരു പാർലമെൻറ്റാണ്. നമുക്ക് തുറന്ന് ചർച്ച ചെയ്യാൻ സാധിക്കണം. ഇതിനെന്താണ് ഒരു പരിഹാരം? ഇതിൻ്റെ പരിഹാരങ്ങൾ നമ്മൾ കണ്ടെത്തുമ്പോൾ നമ്മളെ തമ്മിലടിപ്പിക്കാൻ ആരും ഉണ്ടാവില്ല. സ്വാമിജി ഒരു കമൻറ്റ് പറയുമ്പോൾ ഇതിൽ മുതലെടുക്കുന്നത് മറ്റുള്ളവരാണ്. എങ്ങനെ ഹിന്ദുവിനെ വേർപിരിപ്പിച്ച്, എങ്ങനെ ഇതിലൊരു ആപ്പ് വെച്ച് ഹിന്ദുവിനെ തമ്മിലടിപ്പിക്കുമ്പോഴാണ് അവർക്ക് വോട്ട് കിട്ടുന്നത്. നമ്മളെ ഒന്നിപ്പിക്കാൻ അവരൊരിക്കലും അനുവദിക്കില്ല. മുഖ്യ രക്ഷാധികാരി KP ശശികല ടീച്ചർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന അധ്യക്ഷൻ വത്സൻ തില്ലങ്കേരി, സംസ്ഥാന സെക്രട്ടറി PV മുരളീധരൻ എന്നിവർ വിഷയവും, RV ബാബു, S സുധീർ എന്നിവർ പ്രമേയവും അവതരിപ്പിച്ചു. ചെയർമാൻ KV ശിവൻ, V സുശികുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വഖഫ് വിഷയത്തിൽ പ്രതികരണവുമായി ഹിന്ദു ഐക്യവേദി വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി. രാജ്യത്തെ ഭൂരിപക്ഷാംഗങ്ങൾ പാസാക്കിയ നിയമമെന്നായിരുന്നു വത്സൻ തില്ലങ്കേരിയുടെ പ്രതികരണം. ഭരണഘടനയ്ക്ക് നേരെയുള്ള വെല്ലുവിളി എന്താണെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കണമെന്നും വത്സൻ തില്ലങ്കേരി ആവശ്യപ്പെട്ടു. മുനമ്പത്തെ ജനങ്ങളെ കുടിയിറക്കാനുള്ള നീക്കം നടക്കുന്നുണ്ടെന്ന് വത്സൻ തില്ലങ്കേരി പറഞ്ഞു. ഭരണഘടനയ്ക്ക് നേരെയുള്ള വെല്ലുവിളി എന്താണെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കണം. എന്താണ് ഭരണഘടനയ്ക്ക് നേരെയുള്ള വെല്ലുവിളി എന്നുള്ളത് അവർ വ്യക്തമാക്കേണ്ടതുണ്ടല്ലോ. വെല്ലുവിളി എവിടെയായിരുന്നു? അതായത് രാജ്യത്തെ ഭരണഘടന ഉറപ്പ് നൽകുന്ന പൗരൻ്റെ ജീവിക്കാനുള്ള, സ്വത്ത് സമ്പാദിക്കാനുള്ള, താമസിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്തത് ആരാണ്? ചോദ്യം ചെയ്തത് ഇവിടുത്തെ വഖഫ് ബോർഡാണ്. അതായത് ഭരണഘടന ഉറപ്പ് നൽകുന്ന കോടതികൾ, ആ കോടതികളിൽ ഇപ്പോൾ എൻ്റെ ഭൂമിക്ക് നോട്ടീസ് നൽകുകയാണ്, ഒരു മുതവല്ലി നോട്ടീസ് നൽകുകയാണ്, നിങ്ങളുടെ ഭൂമി വഖഫ് ഭൂമിയാണെന്ന്. ഞാനത് വഖഫ് ട്രിബ്യൂണലിൽ പോവുകയാണ്. ട്രിബ്യൂണലും അതുതന്നെയാണ് അംഗീകരിക്കുന്നത് എന്ന് വെക്കുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ മേലെ പോകാനുള്ള അവകാശം നിലവിലുള്ള നിയമപ്രകാരം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ നിയമം എന്താണ് പറയുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ പരാതികൾ ട്രിബ്യൂണലിനെതിരായിട്ടും നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈക്കോടതിയിൽ പോകാം, മറ്റുപരി കോടതികൾ പോകാം.
നിങ്ങളുടെ ആവലാതിക്ക് തീർപ്പാക്കാം എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന സംവിധാനമാണ് ഭരണഘടനാനുസൃതമല്ലാത്തത്, കോടതികൾക്കുള്ള അധികാരത്തെ എടുത്തു കളഞ്ഞത്. കോടതികളുടെ ബഹുമാനപ്പെട്ട കോടതികളുടെയും മേലെ വഖഫ് ട്രിബ്യൂണലിനെ പ്രതിഷ്ഠിച്ചത്, അത്തരം ഒരു സ്ഥാനത്തേക്ക് വഖഫ് ബോർഡിനെ കൊണ്ടുവന്നത്. പക്ഷേ ഇപ്പോൾ നിയമ ഭേദഗതിയിലൂടെ അതിനെല്ലാം ഉപരിയായിട്ട് കോടതിയാണെന്ന് പറയുന്നു. അത് ഭരണഘടനാനുസൃതമാണ്, ഭരണഘടന അനുശാസിക്കുന്ന രീതിയിലാണ്. അതിലെവിടെയാണ് ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന കാര്യങ്ങൾ ഉള്ളത് എന്നുള്ളത് വ്യക്തമാക്കേണ്ടത് ബന്ധപ്പെട്ട ആളുകൾ തന്നെയാണ്. ജബൽപൂരിൽ വൈദികർക്ക് നേരെ അക്രമം നടന്നിട്ടുണ്ട്. ആരുടെയും വിശ്വാസത്തിന് നേരെ അക്രമം പാടില്ല. എവിടെയാണെങ്കിലും ഇത്തരം സംഭവങ്ങളിൽ കൃത്യമായി നടപടിയെടുക്കണം. ആര് ചെയ്താലും ഇത്തരം കാര്യങ്ങൾ തെറ്റാണ്. പോലീസും ഭരണകൂടവും കൃത്യമായി നടപടിയെടുക്കണം. അവിടെ പട്ടികജാതി പട്ടികവർഗക്കാരെ മതപരിവർത്തനം നടത്താൻ ശ്രമമുണ്ടായതായും ആരോപണമുണ്ട്. അത്തരം കാര്യങ്ങൾ കൂടി അന്വേഷിക്കണമെന്നും വത്സൻ തില്ലങ്കേരി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വഖഫ് നിയമ ഭേദഗതിക്കെതിരെ പട്ടാമ്പിയിൽ യൂത്ത് ലീഗ് പ്രതിഷേധം. ബിൽ ഭരണഘടനാ വിരുദ്ധമാണെന്നാരോപിച്ച് യൂത്ത് ലീഗ് നിയോജക മണ്ഡലം കമ്മിറ്റി നഗരത്തിൽ ജനരോഷം സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം KP വാപ്പുട്ടി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ഉടനീളം യൂത്ത് ലീഗിൻ്റെ പ്രതിഷേധ പ്രകടനം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, 15 വർഷമായി ഈ BJP സർക്കാർ അധികാരത്തിൽ വന്നിട്ട് എന്താണ് ഇവിടെ ചെയ്തിട്ടുള്ളത്? ഇല്ല, മുസ്ലിം സമുദായത്തിനെ ദ്രോഹിക്കാനല്ലാതെ ഇവരെന്താണ് ഇവിടെ നടന്നിട്ടുള്ളത്? നോക്കൂ, പൗരത്വ സമരം, അതുപോലെ തന്നെ പിന്നെ വഖഫുമായി ബന്ധപ്പെട്ട് വഖഫ് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുള്ള വഖഫ് സ്വത്ത് പിടിച്ചെടുക്കാനുള്ള ഒരു പരിപാടിയാണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്മായിൽ വിളയൂർ അധ്യക്ഷത വഹിച്ചു. PM സൈഫുദ്ദീൻ, KA റഷീദ്, PKM ഷഫീഖ്, K ഹംസ, ഹനീഫ കൊപ്പം, TP ഹസൻ, V മുഹമ്മദ് പട്ടാമ്പി, KM മുഹമ്മദ്, AKM അലി, ഷിഹാബ് കരിമ്പുള്ളി, ഷഫീഖ് പരുവക്കടവ്, സിദ്ദിഖ് റഹീമി, ജാസിർ നാട്യമംഗലം, മൻസൂർ പാലത്തിങ്ങൽ, PVM ഇസ്താൻ, K നസറുദ്ദീൻ, KTA സമദ് എന്നിവർ സംസാരിച്ചു. നേരത്തെ മേലെ പട്ടാമ്പിയിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ഗാന്ധി സ്ക്വയറിൽ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വഖഫ് നിയമ ഭേദഗതി ബിൽ കത്തിച്ച് പാലക്കാട്ട് വെൽഫെയർ പാർട്ടി പ്രതിഷേധം. KSRTC സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പ്രതിഷേധ യോഗം പാലക്കാട് നഗരസഭാ കൗൺസിലർ M സുലൈമാൻ ഉദ്ഘാടനം ചെയ്തു. മുസ്ലിങ്ങളുടെ സ്വത്ത് പിടിച്ചെടുക്കാനുള്ള സംഘപരിവാർ പദ്ധതിയാണ് ബില്ലെന്ന് M സുലൈമാൻ ആരോപിച്ചു. തുടർന്ന് പ്രവർത്തകർ വഖഫ് നിയമ ഭേദഗതി ബിൽ കത്തിച്ച് പ്രതിഷേധിച്ചു. മണ്ഡലം പ്രസിഡന്റ് M കാജ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് റിയാസ് ഖാലിദ്, മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ K സലാം, M ഫൈസൽ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മാസപ്പടി കേസിൽ വീണ വിജയനെ പ്രതി ചേർത്ത പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് BJP. പാലക്കാട് നഗരത്തിൽ BJP പ്രവർത്തകർ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോലം കത്തിച്ചു. ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ ഉദ്ഘാടനം ചെയ്തു. ഒരു സേവനവും നൽകാതെ മുഖ്യമന്ത്രിയുടെ മകൾ 2,71,00,000 രൂപയാണ് CMRL കമ്പനിയിൽ നിന്ന് തട്ടിയെടുത്തതെന്ന് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത BJP ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ ചൂണ്ടിക്കാട്ടി. മുഖ്യമന്ത്രിയുടെ അറിവോടെ മകൾ നടത്തിയ തട്ടിപ്പിനെ ന്യായീകരിക്കുന്നത് CPMന്റെ ഗതികേടാണ്. അഭിമാനബോധവും നിലപാടുമുണ്ടെങ്കിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും പ്രശാന്ത് ശിവൻ ആവശ്യപ്പെട്ടു. ഈ അധികാരത്തിന്റെ കനകസിംഹാസനത്തിൽ അള്ളിപ്പിടിച്ചിരിക്കാതെ പിണറായി വിജയൻ രാജിവെച്ചുകൊണ്ട് പുറത്തു പോകുവാൻ തയ്യാറാവണമെന്ന് മാത്രമാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത്. മുഖ്യമന്ത്രിയുടെ രാജി വരെ
ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ അതിശക്തമായ സമരവുമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാരുണ്ടാവുമെന്ന് BJP നേതാക്കളായ M. ശശികുമാർ, C. മധു, G. പ്രഭാകരൻ, ഹരിപ്രസാദ് പട്ടിക്കര, M. സുനിൽ, RG മിലൻ, അശോകൻ പുത്തൂർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മാസപ്പടി കേസിൽ വീണ വിജയൻ പ്രതിയായതോടെ പിണറായി വിജയൻ്റെയും CPM-ൻ്റെയും വാദങ്ങൾ പൊളിഞ്ഞെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി 5 വിളക്കിന് സമീപം നടത്തിയ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു A. തങ്കപ്പൻ. ഉമ്മൻചാണ്ടിയെയും അദ്ദേഹം നയിച്ച സർക്കാരിനെയും അപമാനിച്ചതിനും അവഹേളിച്ചതിനുമുള്ള തിരിച്ചടിയാണ് മുഖ്യമന്ത്രിക്കും മകൾക്കും കിട്ടിയതെന്നും A. തങ്കപ്പൻ പറഞ്ഞു. ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ CPM ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം രാഷ്ട്രീയ ദുഷ്ടലാക്കോടെയായിരുന്നു. രാഷ്ട്രീയത്തെയും സർക്കാരിനെയും മറയാക്കി പിണറായി വിജയൻ്റെ കുടുംബം കൊള്ള നടത്തുകയാണ്. അച്ഛനും മകളും ചേർന്ന് കോടികൾ കട്ടുകഴിഞ്ഞെന്നും A. തങ്കപ്പൻ ആരോപിച്ചു. മാസപ്പടി കേസ് ഇല്ലാതാക്കാൻ RSS BJP നേതാക്കളുമായി പിണറായി വിജയൻ ഉടമ്പടി ഉണ്ടാക്കി കഴിഞ്ഞെന്നും A. തങ്കപ്പൻ ആരോപിച്ചു. പാലക്കാട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് CV സതീഷ് അധ്യക്ഷത വഹിച്ചു. DCC വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ, ഹരിദാസ് മച്ചിങ്ങൽ, C. ബാലൻ, സുധാകരൻ പ്ലാക്കാട്, കിദർ മുഹമ്മദ്, K. ഭവദാസ്, C. നിഖിൽ, ബോബൻ മാട്ടുമന്ത, സേവ്യർ, രമേഷ് പുത്തൂർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഞാങ്ങാട്ടിരി മാട്ടായയിൽ പ്രവർത്തിക്കുന്ന തൃത്താല ബ്ലോക്ക് വനിതാ സഹകരണ സംഘത്തിൽ നിക്ഷേപ തട്ടിപ്പെന്ന് പരാതി. പണം തിരികെ ലഭിക്കാത്ത സാഹചര്യത്തിൽ നിരവധി നിക്ഷേപകർ പ്രതിഷേധവും പരാതിയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്ന് നിക്ഷേപകർ പറഞ്ഞു. പൈസ മകളുടെ മാപ്പിള വെച്ചിട്ട് ആൾക്കാർ വീടിന് സഹായിക്കാൻ വേണ്ടിയിട്ട് 500 10 തന്നിട്ടുള്ളതാണ്. ആ പൈസ ഒരു 1.25 ലക്ഷം രൂപ ഇവിടെ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അത് സമയം 3 മാസത്തിനാണ് ഇട്ടുണ്ടായിരുന്നത്. 3 മാസം കഴിഞ്ഞ് നോക്കുമ്പോൾ വന്നപ്പോൾ പൈസ കിട്ടിയില്ല. ഇവിടെ ഇല്ല, കേസ് കൊടുത്തോളാൻ പറഞ്ഞു. അവരോടൊക്കെ പറഞ്ഞേക്കുമ്പോൾ ആരും ഇതിനൊരു വാലും മുഴുവൻ ആരും കാണിക്കുന്നില്ല. എൻ്റെ 1000 ഉറുപ്പ്യം കൂടി കിട്ടാണ്ട് അത് മേടിക്കാലോചിച്ചിട്ടാണ് ഈ വന്നിട്ടുള്ളത്. വെയിലും കൊണ്ടിട്ടാണ് ഈ നോമ്പിന് നടന്നിരുന്നത്. അത് ഓള് കുറേശ്ശെ തന്ന് ബാക്കി അടച്ചിട്ടു. അപ്പോൾ കേസ് ആയപ്പോൾ മരുന്നാക്കി ഇത് അടച്ചിട്ടു, തുറക്കണേ ഇല്ല. എന്റെ പെൻഷൻ കിട്ടിയത് 25,000 പൈസ കിട്ടിയത് കൂടി ഇട്ടതാണ്. പെൻഷൻ കൂറ്റിനാട് വേണ്ടിയിട്ട് അതിന് 1000 കിട്ടുമ്പോൾ ഇടുന്നതാണ്. അല്ലാണ്ട് നമ്മൾ പണിക്ക് പോയിട്ട്. തൃത്താല ബ്ലോക്ക് വനിതാ സഹകരണ സംഘത്തിൽ നടന്നത് കരുവന്നൂർ മോഡൽ സാമ്പത്തിക തട്ടിപ്പെന്ന് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാട്ടായ വനിതാ സഹകരണ സംഘത്തിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബൽറാം. തൃത്താല ബ്ലോക്ക് വനിതാ സഹകരണ സംഘത്തിൽ നടന്ന നിക്ഷേപ തട്ടിപ്പിൽ പ്രതിഷേധിച്ചാണ് തൃത്താല നിയോജകമണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ മാർച്ച് നടത്തിയത്. ഞാങ്ങാട്ടിരിയിൽ നിന്ന് മാട്ടായ വനിതാ സഹകരണ സംഘം ഓഫീസ് വരെയായിരുന്നു മാർച്ച്. പ്രിയമുള്ളവരെ, തൃത്താലയിലെ ബ്ലോക്ക് വനിതാ സഹകരണ സംഘത്തിലെ നൂറുകണക്കിന് നിക്ഷേപകരെ KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കരുവന്നൂർ മോഡൽ തട്ടിപ്പാണ് തൃത്താല ബ്ലോക്ക് വനിതാ സഹകരണ സംഘത്തിൽ നടന്നതെന്ന് ബൽറാം ആരോപിച്ചു. CPM നേതാക്കളുടെ നേതൃത്വത്തിലാണ് തട്ടിപ്പ് നടന്നതെന്നും പാവങ്ങളുടെ പണം തിരികെ കൊടുക്കാൻ CPM നേതാക്കൾ തയ്യാറാകണമെന്നും ബൽറാം ആവശ്യപ്പെട്ടു. ഇതേപോലെ CPM-നെ വിശ്വസിച്ചുകൊണ്ട് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് അനുഭാവികളായിട്ടുള്ള ആളുകളടക്കം CPM-ന്റെ പാർട്ടി അംഗങ്ങളടക്കം നിക്ഷേപിച്ച തുകയിൽ നിന്ന് ഏതാണ്ട് 400 കോടി രൂപയാണ് അവിടെ CPM-ന്റെ സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവും അറിഞ്ഞുകൊണ്ട് കവർച്ച ചെയ്തത്. അതിന്റെ പേരിലുള്ള അന്വേഷണങ്ങളാണ് പലതരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് ആ നിലയിലുള്ള ഒരു വലിയ തട്ടിപ്പാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്ന് നമുക്ക് സ്വാഭാവികമായി സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ നിൽക്കുന്ന പാവപ്പെട്ട സഹോദരിമാർക്കൊപ്പം, കബളിക്കപ്പെട്ട വഞ്ചിക്കപ്പെട്ട ഈ പാവപ്പെട്ട സഹോദരിമാർക്കൊപ്പം നിന്നുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറയുന്നത് ഇതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്താൻ തയ്യാറാവണം.
മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. ഹബീബ് കോട്ടയിൽ, PV മുഹമ്മദ് അലി, വിനോദ്, ഹക്ക് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ പഴയന്നൂരിൽ നിയന്ത്രണം വിട്ട കാർ തലകീഴായി മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്ക്. ചേലക്കര സ്വദേശി മുഹമ്മദിനാണ് പരിക്കേറ്റത്. വെള്ളിയാഴ്ച രാവിലെ 10 മണിയോടെയായിരുന്നു അപകടം. നിയന്ത്രണം വിട്ട കാർ റോഡരികിലെ ഡിവൈഡറിൽ ഇടിച്ച് താഴെയുള്ള പാടത്തേക്ക് തലകീഴായി മറിയുകയായിരുന്നു. ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പഴയന്നൂർ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. CITU സമരത്തെ തുടർന്ന് സിമന്റ് കച്ചവടം അവസാനിപ്പിക്കുകയാണെന്ന് വ്യാപാരി. ഷൊർണൂർ കുളപ്പുള്ളി സ്വദേശി ജയപ്രകാശനാണ് CITU സമരത്തെ തുടർന്ന് കച്ചവടം നിർത്തിയത്. ലോഡിറക്കാൻ കഴിയാതെ വന്ന സാഹചര്യത്തിലാണ് കച്ചവടം നിർത്തേണ്ടി വന്നതെന്ന് സ്ഥാപന ഉടമ പറഞ്ഞു. എൻ്റെ കട നടത്താൻ ഇപ്പോൾ ഇവിടുത്തെ CITU തൊഴിലാളികൾ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ കട തൽക്കാലം അടച്ചിട്ടിരിക്കുകയാണ്. അല്ലാതെ വേറെ മാർഗം എൻ്റെ ഇതിൽ കാണാനില്ല. ഞാനിത് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് കഴിയാത്തതുകൊണ്ടാണ് ഞാൻ കട അടച്ചത്. പോലീസിൻ്റെ സഹായം ഇല്ലായികയില്ല. പോലീസ് പക്ഷേ ഇപ്പോൾ ഒരു പ്രാവശ്യം പോലീസ് വന്നിട്ട് ഇവരെ റിലീസ് ചെയ്തിട്ട് കാര്യങ്ങൾ ഇപ്പോൾ ഇറക്കാൻ സമ്മതിക്കും. വീണ്ടും കയറ്റാൻ സമയത്ത് തടുക്കും. ഇറക്കലും കയറ്റലും പോയി വരും. ഞങ്ങൾ പോലീസിനെ വിളിക്കണം. ഏത് സമയം പോലീസിനെ വിളിക്കുമ്പോൾ നമുക്കിത് മുന്നോട്ട് പോകാൻ കഴിയണില്ല. അതാണ് കാരണം, ഇത് അടയ്ക്കാനുള്ള കാരണം. കടയിൽ കയറ്റിറക്ക് യന്ത്രം സ്ഥാപിച്ചതിനെ തുടർന്ന് CITU തൊഴിൽ സമരം ആരംഭിച്ചിരുന്നു. ലോഡിറക്കാൻ കഴിയാതെ വന്നതോടെയാണ് കച്ചവടം താൽക്കാലികമായി നിർത്തുന്നതെന്ന് ജയപ്രകാശ് പറഞ്ഞു. കുളപ്പുള്ളിയിലെ സിമന്റ് കടയിൽ കയറ്റിറക്ക് യന്ത്രം സ്ഥാപിച്ചതിനെ ചൊല്ലിയാണ് കടയുടെ മുന്നിൽ CITUവിൻ്റെ ഷെഡ് കെട്ടി സമരം തുടങ്ങിയത്. യന്ത്രം പ്രവർത്തിപ്പിക്കാൻ 2 ഓപ്പറേറ്റർമാർ മാത്രം മതിയെന്നാണ് തൊഴിൽ ഉടമ പറയുന്നത്. എന്നാൽ യന്ത്രമുണ്ടെങ്കിലും ചാക്കുകൾ ഇറക്കാനും കയറ്റാനും കൂടുതൽ തൊഴിലാളികൾ വേണമെന്നും ഇതിന് അനുവദിക്കാത്തത് തൊഴിൽ നിഷേധമാണെന്നും പറഞ്ഞാണ് CITU സമരം. യന്ത്രത്തിൻ്റെ പ്രവർത്തനത്തിന് കൂടുതൽ തൊഴിലാളികളുടെ സഹായം വേണമെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളും CITU പുറത്തുവിട്ടു. ഇത് ട്രയൽ റൺ ദിവസത്തെ ദൃശ്യമാണെന്നാണ് കടയുടമയുടെ വാദം. 2 പേരെ വെച്ച് യന്ത്രം പ്രവർത്തിപ്പിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ തൊഴിലുടമയും പുറത്തുവിട്ടു. 3 മാസം മുമ്പാണ് പ്രകാശ് സ്റ്റീൽ ഉടമ ജയപ്രകാശ് സ്ഥാപനത്തിൽ ലോറിയിൽ നിന്ന് സിമൻറ്റ് ചാക്കുകൾ ഇറക്കുന്നതിന് കയറ്റിറക്ക് യന്ത്രം സ്ഥാപിച്ചത്. ഇരുകൂട്ടരും തമ്മിലുള്ള തർക്കം പരിഹരിക്കാൻ തിങ്കളാഴ്ച ലേബർ ഓഫീസർ ചർച്ച വിളിച്ചെങ്കിലും സമവായമായില്ല. ന്യൂസ് സെൻറ്റർ, ഷൊർണൂർ. വടക്കാഞ്ചേരിയിൽ മോതിരങ്ങൾ വിരലിൽ കുടുങ്ങി പഴുത്ത് അവശനിലയിലായ കുംഭകോണം സ്വദേശിക്ക് ജനപ്രതിനിധി തുണയായി. വഴിയിൽ അവശനിലയിൽ കണ്ട യുവാവിനെ വാർഡ് മെമ്പർ അഭിലാഷ് തൃശൂർ മെഡിക്കൽ കോളേജിൽ എത്തിക്കുകയായിരുന്നു. ഡോക്ടർമാരും ഫയർ ആൻഡ് റെസ്ക്യൂവും ചേർന്നാണ് മോതിരങ്ങൾ വെട്ടിമാറ്റി യുവാവിനെ രക്ഷപ്പെടുത്തിയത്. കുംഭകോണം സ്വദേശി 45 വയസ്സുള്ള രാജമാണിക്യത്തെയാണ് വാർഡ് മെമ്പർ അഭിലാഷ് പാതയോരത്ത് അവശനിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ തൃശൂർ മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. ഡോക്ടർ നടത്തിയ പരിശോധനയിൽ 7 മോതിരം ഓരോ വിരലുകളിലായി വർഷങ്ങളോളം കുടുങ്ങിക്കിടക്കുകയാണെന്നും മാംസം വളർന്ന മോതിരങ്ങൾ കാണാൻ പറ്റാത്ത സ്ഥിതിയിലായെന്നും കണ്ടെത്തി. വിരലുകൾ മുറിച്ചുമാറ്റി മോതിരം പുറത്തെടുക്കേണ്ട അവസ്ഥയാണെന്ന് ഡോക്ടർമാർക്ക് ബോധ്യപ്പെട്ടു. പരീക്ഷണമെന്ന നിലയിൽ വടക്കാഞ്ചേരി ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിൽ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ബന്ധപ്പെടുകയായിരുന്നു. ഡോക്ടർ ഇവരുടെ സഹായം ആവശ്യപ്പെട്ടു. തുടർന്ന് വടക്കാഞ്ചേരി അഗ്നിരക്ഷാ നിലയത്തിൽ നിന്ന് സ്റ്റേഷൻ ഓഫീസർ നിതീഷിൻ്റെ നേതൃത്വത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ A. ഗോപകുമാർ, FRO സൈമൺ, ഡ്രൈവർ അഭിജിത്ത് എന്നിവർ തൃശൂർ മെഡിക്കൽ കോളേജിലെത്തി. ഏകദേശം 1 മണിക്കൂർ നീണ്ട പ്രയത്നത്തിനൊടുവിൽ വിരലുകളിലുണ്ടായിരുന്ന മോതിരങ്ങൾ കട്ടർ ഉപയോഗിച്ച് നീക്കുകയായിരുന്നു. ഏറെ നാളായി അവശനിലയിലായിരുന്ന രാജമാണിക്യം ഇതോടെ ജീവിതത്തിലേക്കാണ് മടങ്ങി വന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പട്ടാമ്പി ICDSന് കീഴിൽ അംഗൻവാടി കം ക്രഷ് ഉദ്ഘാടനം ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ നിർവഹിച്ചു. ഓങ്ങല്ലൂരിൽ 8ാം വാർഡിലെ വാടാനംകുറിശി ശ്രീനാരായണ 7ാം നമ്പർ അംഗൻവാടിയിലാണ് പദ്ധതി ആദ്യമായി ആരംഭിച്ചത്. പട്ടാമ്പി ICDS പ്രോജക്റ്റിന് കീഴിൽ 110 അംഗൻവാടികളാണ് പ്രവർത്തിക്കുന്നത്. ഇതിൽ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ 8ാം വാർഡിൽപ്പെട്ട 7ാം നമ്പർ ശ്രീനാരായണ അംഗൻവാടിയെയാണ് അംഗനവാടി കം ക്രഷ് പദ്ധതിക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അംഗൻവാടി കം ക്രഷ് ഉദ്ഘാടനം ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ നിർവഹിച്ചു. ഇതുവരെ നടത്തി തരാത്തൊരു പരിപാടിയാണ് നമ്മുടെ അംഗൻവാടി ക്രഷ്. നമുക്കറിയാം, ഓരോ വീടുകളിൽ നിന്നും നമ്മുടെ രക്ഷിതാക്കൾ
അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള രക്ഷിതാക്കളുണ്ട്. അവർക്ക് ചെറിയ കുട്ടികളായത് കാരണം 6 മാസം മുതലുള്ള കുട്ടികൾ വീട്ടിലുള്ളത് കൊണ്ട് ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥകൾ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമുക്ക് അവർക്കൊരു ഉപകാരം എന്ന് വെച്ചാൽ ജോലി നന്നായി പഠിച്ച ഒരു കുട്ടിയായിരിക്കും. അവർക്ക് ജോലിയുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു വീട്ടിലെ 2 പേര് ജോലിക്ക് പോയാലും ഒരു കാര്യം നടക്കാത്തൊരു കാലഘട്ടമാണ്. അപ്പോൾ 2 പേരും ജോലിക്ക് പോകണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പഠിപ്പും വിദ്യാഭ്യാസം ഉണ്ടായിട്ടും പോകാൻ പറ്റാത്തൊരവസ്ഥ വരികയാണ്. അതിനൊക്കെ ഒരു ഉപകാരം ആവണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായിട്ട് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗം കെ അശോകൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ടി.പി. രജീഷ്, ബ്ലോക്ക് മെമ്പർ പ്രസന്ന, ശിശുവികസന പദ്ധതി ഓഫീസർ എം.ടി. പ്രിയ, വേണുഗോപാൽ, രതീഷ്, അംഗൻവാടി ടീച്ചർ ജ്യോതിലക്ഷ്മി, ICDS സൂപ്പർവൈസർ ശ്യാമിലി വിശ്വൻ എന്നിവർ പ്രസംഗിച്ചു. രാവിലെ 7:30 മുതൽ വൈകിട്ട് 7 മണിവരെയാണ് അംഗൻവാടിയുടെ പ്രവർത്തനം. 6 മാസം മുതൽ 3 വയസ്സുവരെ പ്രായമുള്ള കുട്ടികളെ ഉൾപ്പെടുത്തിയാണ് അംഗൻവാടി കം ക്രഷിൻ്റെ പ്രവർത്തന രീതിയെന്ന് ശിശുവികസന പദ്ധതി ഓഫീസർ എം.ടി. പ്രിയ പറഞ്ഞു. അംഗൻവാടി ക്രഷ് എന്ന പദ്ധതിയിൽ ഉദ്ദേശിക്കുന്നത് 6 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികളെ പരിപാലിക്കുന്നതിന് അമ്മമാർക്ക് ജോലിക്ക് പോകുന്നതിന് വേണ്ടി അവരെ പരിപാലിക്കാൻ സുരക്ഷിതമായ സ്ഥലത്ത് എത്തിക്കുക. അത് സാമ്പത്തികമായിട്ട് പ്രതിഫലമൊന്നും വാങ്ങാതെ കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുക, അവരുടെ പോഷകാഹാരം ഉറപ്പാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് അംഗൻവാടി കം ക്രഷ് എന്ന പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. ഇത് ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ ശ്രീനാരായണ അംഗൻവാടി പട്ടാമ്പി ICDS പ്രോജക്റ്റിൻ്റെ കീഴിൽ തുടങ്ങിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. തൃശൂരിൽ ലഹരിക്കെതിരെ ഉപവാസ സമരവുമായി കത്തോലിക്ക കോൺഗ്രസ് തൃശൂർ അതിരൂപത യൂത്ത് കൗൺസിൽ. ഉപവാസ സമരം അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ ഉദ്ഘാടനം ചെയ്തു. വർദ്ധിച്ചു വരുന്ന രാസലഹരി മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെ അധികാരികൾ കണ്ണു തുറക്കണമെന്നാവശ്യപ്പെട്ടാണ് തൃശൂരിൽ കത്തോലിക്ക കോൺഗ്രസ് തൃശൂർ അതിരൂപത യൂത്ത് കൗൺസിൽ ഉപവാസ സമരം നടത്തിയത്. അയ്യന്തോൾ കളക്ട്രേറ്റ് പടിക്കൽ നടന്ന ഉപവാസ സമരം തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ ഉദ്ഘാടനം ചെയ്തു. ഇത് ഒരു പ്രാർത്ഥന ഉപവാസം മാത്രമല്ല, ഇത് സമൂഹത്തിന്റെ മനസാക്ഷി ഉണർത്തൽ മാത്രമല്ല, ഇത് ഇടപെടാൻ കഴിവുള്ള ഗവൺമെന്റിനോടും അതുപോലെ തന്നെ ബ്യൂറോക്രസിയോടും ഒരിക്കൽ കൂടെ ഉണർന്ന് ചിന്തിക്കാനും ഇതിന്റെ ഗൗരവം മനസ്സിലാക്കി കൃത്യമായിട്ടുള്ള നടപടികൾ എടുക്കുവാനും ശക്തമായ ഇച്ഛാശക്തിയോടുകൂടെ ഈ കാര്യത്തിന്റെ അർജൻസി മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കും. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെയായിരുന്നു സമരം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം പത്മശ്രീ IM വിജയൻ കേരള പോലീസ് സേനയിൽ നിന്ന് വിരമിക്കുന്നു. 1987 കോൺസ്റ്റബിളായി സർവീസിൽ കയറിയ വിജയൻ ഈ മാസം 30-നാണ് വിരമിക്കുന്നത്. 4 പതിറ്റാണ്ടോളം നീണ്ട ഔദ്യോഗിക ജീവിതത്തിനിടയിൽ 2 തവണയായി 10 വർഷത്തിലധികം പ്രൊഫഷണൽ ക്ലബ്ബുകളിൽ കളിക്കാൻ സർവീസിൽ നിന്ന് വിട്ടുനിന്നിട്ടുണ്ട്. വർഷങ്ങൾക്ക് ശേഷം ASI ആയി തിരിച്ചെത്തിയ വിജയൻ 2021 മുതൽ മലപ്പുറം MSP അസിസ്റ്റന്റ് കമാൻഡന്റായി പ്രവർത്തിച്ചു വരുന്നതിനിടെയാണ് വിരമിക്കൽ. പ്രധാന വാർത്തകൾ വീണ്ടും. ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് സഹകരണ സംഘങ്ങൾ സ്ഥാപിക്കണമെന്ന് സ്വാമി ഉദിത് ചൈതന്യ. സൗഹാർദ്ദം, സഹിഷ്ണുത എന്നിവയെല്ലാം ഹിന്ദു സമൂഹം മാത്രം ഏറ്റുപിടിച്ച് കൊണ്ടു നടക്കേണ്ടവയല്ല. പാലക്കാട്ട് ഹിന്ദു ഐക്യവേദി സംസ്ഥാന സമ്മേളനം. വഖഫ് വിഷയത്തിൽ പ്രതികരണവുമായി ഹിന്ദു ഐക്യവേദി വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി. രാജ്യത്തെ ഭൂരിപക്ഷാംഗങ്ങൾ പാസാക്കിയ നിയമം ഭരണഘടനയ്ക്ക് നേരെയുള്ള വെല്ലുവിളി എന്താണെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കണം. ബില്ലിനെതിരെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധം തുടരുന്നു. പട്ടാമ്പിയിൽ യൂത്ത് ലീഗിന്റെ ജനരോഷം. പാലക്കാട്ട് വെൽഫെയർ പാർട്ടി ബില്ലിന്റെ പകർപ്പ് കത്തി. മാസപ്പടി കേസിൽ വീണ വിജയനെ പ്രതി ചേർത്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം ശക്തം. പാലക്കാട്ട് BJP പ്രവർത്തകർ പിണറായി വിജയന്റെ കോലം കത്തിച്ചു. മുഖ്യമന്ത്രിയുടെ അറിവോടെ മകൾ നടത്തിയ തട്ടിപ്പിനെ ന്യായീകരിക്കേണ്ട ഗതികേടിലാണ് CPM എന്ന് BJP പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ. അഞ്ചുവിളക്കിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ പ്രതിഷേധം. വീണ വിജയൻ പ്രതിയായതോടെ മുഖ്യമന്ത്രിയുടെയും CPMന്റെയും വാദങ്ങൾ പൊളിഞ്ഞെന്ന് കോൺഗ്രസ് നേതാക്കൾ. ഞാങ്ങാട്ടിരി മാട്ടായയിൽ പ്രവർത്തിക്കുന്ന തൃത്താല ബ്ലോക്ക് വനിതാ സഹകരണ സംഘത്തിൽ നിക്ഷേപ തട്ടിപ്പെന്ന് പരാതി. പണം തിരികെ ലഭിക്കാത്ത സാഹചര്യത്തിൽ പ്രതിഷേധവുമായി നിക്ഷേപകർ. തട്ടിപ്പിൽ CPM നേതാക്കളുടെ പങ്ക് ആരോപിച്ച് കോൺഗ്രസ്.
സംഘം ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച്. നടന്നത് കരുവന്നൂർ മോഡൽ സാമ്പത്തിക തട്ടിപ്പെന്ന് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.